നമസ്കാരം. വരാനിരിക്കുന്ന IPL സീസണിൽ തന്റെ മുൻ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കിരീട സാധ്യതകളെക്കുറിച്ച് തന്നെ ഇപ്പോൾ വലിയ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ താരം ഓഫ് സ്പിന്നറുമായ അശ്വിൻ. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അശ്വിൻ പറഞ്ഞെത്താറുള്ളത്. അദ്ദേഹത്തിന് അന്നും പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നുണ്ട്. 6ാം കിരീടം എന്ന റെക്കോർഡ് ലക്ഷ്യം മോഹിച്ചു തന്നെയായിരിക്കും ഋതുരാജ് ഗെയ്ക്വാദിന് കീഴിൽ ചെന്നൈയുടെ മഞ്ഞപ്പട ഈ പ്രാവശ്യം ഇറങ്ങുക. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി IPL ചെന്നൈയുടെ പ്രകടനം പരിതാപകരം തന്നെയാണ്. അവസാന എഡിഷനിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും പുറകിലേക്കും അവർ കൂപ്പുകുത്തിയിരുന്നു. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു നാണക്കേട് ചെന്നൈക്ക് നേരിട്ടത്. മികച്ച ഇന്ത്യൻ താരങ്ങളടങ്ങുന്ന അതിശക്തമായ ബാറ്റിംഗ് ലൈനപ്പാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് പുതിയ സീസണിലും ഉള്ളത്. കഴിഞ്ഞ സീസണിന്റെ പകുതിയോടെ ഇഞ്ചുറി റീപ്ലേസ്മെന്റ് ആയി എത്തിയ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് സെൻസേഷൻ ഡെവാൾഡ് ബ്രെവിസും ഇന്ത്യൻ ജൂനിയർ ടീം ക്യാപ്റ്റൻ ആയുഷ് മാത്രേ എന്നിവരും CSKയുടെ സ്ഥിരം താരങ്ങളായി മാറിക്കഴിഞ്ഞു. കൂടാതെ ട്രേഡ് വിൻഡോയിലെ സർപ്രൈസ് നീക്കത്തിലൂടെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിനെയും അവർ സ്വന്തമാക്കുകയും ചെയ്തു എന്ന് പറയാം. ഇതോടെയാണ് ചെന്നൈ വീണ്ടും ഒരു കിരീടവും സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് ലൈനപ്പിന് അസാധാരണ പവർ ഉണ്ട് എന്ന് തന്നെ മുൻ താരം കൂടിയായ അശ്വിൻ അഭിപ്രായപ്പെട്ടു. ഋതുരാജ് ഗെയ്ക്വാദ്, ആയുഷ് മാത്രേ, സഞ്ജു സാംസൺ ഈ 3 പേർക്ക് കൂടി അടുത്ത എഡിഷനിൽ 1000 റൺസ് കുറിക്കാനായാൽ CSKയ്ക്ക് 6ാം കിരീടം ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് അശ്വിന്റെ വമ്പൻ പ്രവചനം. അതേസമയം CSKയ്ക്കായി ബാറ്റിംഗിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരം തന്നെയാണ് ഋതുരാജ്. പരിക്കുകൾ അലട്ടിയ കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അദ്ദേഹം ചെറുതായി ഒന്ന് നിരാശപ്പെടുത്തിയത്. വെറും 5 മത്സരങ്ങളിൽ മാത്രമേ കഴിഞ്ഞ തവണ ഋതുരാജ് കഴിച്ചിട്ടുള്ളൂ. നേടിയ 122 റൺസുമാണ്. എന്നാൽ ഇതിനു മുൻപുള്ള 4 സീസണുകൾ എടുത്തു നോക്കിയാൽ 3 തവണയും 500+ റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. ഋതുരാജിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം കൂടിയായിരുന്നു 2021 ഇത് നടന്നതും. 16 മത്സരങ്ങളിൽ നിന്നും 1 സെഞ്ചുറിയും 4 50യും അടക്കം 635 റൺസായിരുന്നു ഋതുരാജിന്റെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ 2022 പ്രകടനത്തിൽ ചെറിയ ഇടിവുണ്ടായി. 14 കളിയിൽ 3 50+ സ്കോറുകളടക്കം നേടിയത് 368 റൺസാണ്. എന്നാൽ തുടർന്നുള്ള 2 സീസണുകളിലും അദ്ദേഹം ഇതിന്റെ ക്ഷീണം തീർക്കുകയായിരുന്നു ചെയ്തത്. 2023 16 കളിയിൽ നിന്നും ഋതുരാജ് നേടിയത് 590 റൺസാണ്. 4 50കൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തു. 24 റൺസ് വീണ്ടും 2024 വീണ്ടും 550+ റൺസിന് മുകളിൽ അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു. 14 കളിയിലെ സമ്പാദ്യം 583 റൺസാണ്. 1 സെഞ്ചുറിയും 4 50യും അടക്കമാണിത്. അതേസമയം സഞ്ജുവിന്റെ IPL കരിയർ എടുത്തു നോക്കിയാൽ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് 2024 16 കളിയിൽ 5 50കളടക്കം 531 റൺസാണ് അന്ന് അദ്ദേഹം സ്കോർ ചെയ്തത്. ഒരു സീസണിൽ സഞ്ജു 500ന് മുകളിൽ നേടിയതും 5 50കൾ കുറിച്ചതും ആദ്യമായിരുന്നു. സമാനമായ പ്രകടനമായിരിക്കും ചെന്നൈക്കൊപ്പമുള്ള ആദ്യ സീസണിൽ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടാവുക എന്നതുകൂടി എല്ലാവരും പ്രതീക്ഷിക്കുന്നു.